കടയ്ക്കൽ ഫയർ സ്റ്റേഷൻ തകർച്ചയുടെ വക്കിൽ. പ്രശംസനീയമായ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ കടയ്ക്കൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് വക കടമുറികളിൽ. കടയ്ക്കൽ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളിലും അതിനോട് ചേർന്നുള്ള ഷെഡിലുമായാണ് ജീവൻ രക്ഷാ ഉപകരണങ്ങളും 38ഓളം ജീവനക്കാരും കഴിയുന്നത്. താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് നായ്ക്കളും കൂട്ടായുണ്ട്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി കഴിയുകയാണ് ജീവനക്കാർ. സമീപത്തായി ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 50 സെന്റോളം സ്ഥലമുണ്ടായിട്ടും ഇതുവരെ കെട്ടിടം നിർമ്മിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2005-ലാണ് കടയ്ക്കൽ ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത്. ഏകദേശം 2 വർഷത്തിന് മുൻപാണ് സ്വന്തമായി സ്ഥലം അനുവദിച്ചു കിട്ടിയത്. ഈ സ്ഥലത്തിപ്പോൾ കാടുകയറി ഇഴജന്തുക്കളും നായ്ക്കളും താവളമടിച്ചിരിക്കുകയാണ്. ഇത് പ്രദേശവാസികൾക്ക് ഭീഷണിയും ഉയർത്തുന്നു. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനായും പ്രദേശവാസികൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എത്രയും വേഗം പുതിയ കെട്ടിടം നിർമ്മിച്ച് ഫയർ സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒരുപാട് വർഷം കൊണ്ട് ഇതുപോലെ കാട് കയറി പാമ്പും പട്ടിയും ഒക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പരിസരവാസികൾക്ക് വരെ ഭയങ്കര ഭീഷണിയായിട്ടിരിക്കുകയാണ്. കാരണം പാമ്പും ഭയങ്കര ശല്യമാണ്. അതുപോലെ പട്ടികൾ, ചന്തപ്പട്ടികൾ അവരെ വാസസ്ഥലമാണ്. പിന്നെ ആൾക്കാർ ഇതുപോലെ വേസ്റ്റുകളൊക്കെ കൊണ്ടിടും, ഇറച്ചിയുടെ വേസ്റ്റും ഇതൊക്കെ കൊണ്ടിടും. ഒരു സ്ഥാപനം വന്നാൽ എല്ലാവർക്കും നല്ലതാണത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.